എല്ലാവർക്കും നമ്മുടെ എക്സ്പ്രസീസിൻ്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് നെതർലാൻഡ് പോകണം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കംപ്ലീറ്റ് ഡയമണ്ട് ആർമറായിട്ട് നമ്മൾ നെതറിലോട്ട് പോകുന്നുള്ളൂ. പക്ഷേ ഞാൻ തോനെ ഇങ്ങനെ റീസോഴ്സ് ചെയ്ത് അപ്പോൾ മനസ്സിലായി നമ്മളെന്തായാലും ഇപ്പോൾ നെതറിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ബ്രീഡറും ഇതൊക്കെ സെറ്റാക്കും. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ ഒരു അയൺ പിക്കാക്സ് വെച്ചാണ്ട് ഞാൻ ഡയമണ്ട് തോനെ മൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം തന്നെ മാറ്റിയിരിക്കുകയാണ്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രീഡറൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം എന്തായാലും മറ്റേ അയൺ ഫാമും ട്രേഡിങ്ങുകളൊക്കെ സെറ്റാക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു അയൺ കിട്ടുമ്പോൾ ഞാൻ എന്തായാലും അയൺ പോയി ട്രേഡ് ചെയ്യാണ്ട് ഒരുപാട് എമറാൾ ഒപ്പിച്ചാണ്ട് അങ്ങനെയൊക്കെ മിക്കവാറും ഞാൻ ഡയമണ്ട് ആർമർ ഒപ്പിക്കാം. അപ്പോൾ അതിൻ്റെ ബഗ് കണ്ടീഷൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. ചില സമയത്ത് ഇത് മര്യാദയ്ക്ക് ഗെയിം വർക്കാവില്ല. അപ്പോൾ പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടിരുന്നാലും ഡയമണ്ട് മൈൻ ചെയ്യാനായിട്ട് നല്ലത് എന്തായാലും വില്ലേജസിൻ്റെ അടുത്ത് നിന്ന് വാങ്ങണം തന്നെയല്ലേ. അപ്പോൾ നമുക്ക് അതന്നെ ചെയ്യാം. പകരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ നെതറിൽ വരാണ്ട് നെതറൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇങ്ങനെയല്ല ഇത് കണ്ടുപിടിക്കുന്നില്ല, ഫോട്ടോസ് നമ്മൾ കണ്ടുപിടിക്കില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് എയർപോർട്ടിൽ ഉണ്ടാക്കുന്നു, അതിന് ജസ്റ്റ് ഒരു ചെറിയൊരു ബിൽഡാക്കുന്നു. പിന്നെ നമ്മളെ ഈ ഒരു വീടിനകത്ത് നമ്മളെ ബേസിൽ എന്ത് ചെയ്യില്ല, നമ്മൾ ഇൻറ്റീരിയർ വർക്കൊന്നും ചെയ്തില്ല, അതും കൂടി നമ്മൾ ചെയ്യുന്നു. അത്രമാത്രം നമ്മൾ ചെയ്യണുള്ളൂ. നമുക്ക് അത് ചെയ്യാൻ വേണ്ടി അങ്ങനെ സംഭവമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ സീരിയൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ ടോപ്പിൽ തന്നെ ഈ ലാവപ്പൂൾ ഉണ്ടാവും. ഈ ലാവപ്പൂളും ഈ വെള്ളവും ചേർത്ത് നമുക്ക് ഡയമണ്ട് പിക്കാക്സ് ഇല്ലാതെ തന്നെ നമുക്കൊരു അടിപൊളി നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ പറ്റും. ആ സംഭവമൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ നെതർ പോർട്ടൽ ഉണ്ടാക്കാം. അതിനായിട്ട് എൻ്റെ ഡർട്ട് ഉണ്ടാവുമോ? ഡർട്ട് നമുക്ക് കുറച്ച് ആവശ്യം ഉണ്ടാവുമോ? മിക്കവാറും ഡർട്ട് വേണം. 8 പീസ് ഡർട്ട് ഉണ്ട്. ഇത് മതിയാവില്ല. പെട്ടിക്കകത്ത് ഡർട്ട് ഉണ്ടാകട്ടെ. പെട്ടിക്കകത്ത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, എന്നാലും ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. ഇതിലാണ് ഉണ്ടാവുക, ഉണ്ടെങ്കിൽ തന്നെ പെട്ടിക്കാവും. 24 ഡർട്ടുണ്ട്, തന്നെ മതിയാവും. പിന്നെ നമുക്ക് എന്തായാലും ഒരു ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്യണം. എൻ്റെ അടുത്ത് അയനുണ്ടോ? 6 അയനുണ്ട്, അതിന് മതി. നമുക്കൊരു ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്യണം. കാരണം നമുക്ക് ആ ലാവിയും ഇതൊക്കെ നമുക്ക് എടുക്കണം. അപ്പോൾ നേരെ പോയിട്ട് നമുക്കൊരു ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്തേക്കാം. ബക്കറ്റ് ഇവിടെ ബക്കറ്റ് ഈ ബെഡിൻ്റെ അതിലാണ്ടോ പോകുന്നത്. ബക്കറ്റ് കൂടി ക്രാഫ്റ്റ് ചെയ്താൽ ഓക്കെ. 2 ബക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും. നമുക്കൊരു ബക്കറ്റ് മതി ഗൈസ്, അത് പുറത്ത് മതി. നമുക്ക് ഒരു ബക്കറ്റ് മതി. ഓക്കെ, ഇനി ഞാൻ എങ്ങനെയാണ് ഡയമണ്ട് പിക്കാക്സ് ഇല്ലാതെ എങ്ങനെ ഈ ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കാമെന്ന് വെച്ച് പറഞ്ഞുതരാം. സംഭവം സിമ്പിളാണ്. ആദ്യം നമ്മൾ നേരെ വരിക, ഇവിടെ നിന്നൊരു ബക്കറ്റ് ലാവ് എടുക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മളിവിടെ പോർട്ടൽ സെറ്റ് ചെയ്യുക. അപ്പോൾ തൽക്കാലത്തിന് ഇവിടെ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങോട്ടും മാറ്റി സെറ്റ് ചെയ്താലോ. നമുക്ക് ഇങ്ങോട്ടുണ്ട്, നമുക്ക് എപ്പോഴും അങ്ങോട്ട് കയറാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഉണ്ടാക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ, ഈ ഒരു സൈഡ് തന്നെ ആദ്യം ഇങ്ങനെ 2 ഡർട്ട് കുഴിക്കുക. ആൻഡ് ഒരു ബ്ലോക്കിൽ ഈ ഒരു ലാവ ഒരു ബ്ലോക്ക് കൂടി ലാവ എടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ വയ്ക്കുക. ഇവിടെ ഈ ബ്ലോക്കിൽ അയ്യോ ഇവിടെ കവ്വേ നിന്നെ ഞാൻ. എന്നിട്ട് നമ്മൾ നേരെ വന്നിട്ട് ഇവിടെ നിന്ന് ഈ ഒരു വെള്ളം എടുക്കണം. ലാഗ് എപ്പോഴും മാറിയില്ല, എന്താണെന്നറിയില്ല. ഈ ഒരു വെള്ളം എടുത്തിട്ട് ഇവിടെ കൊണ്ട് വെച്ചാൽ മതി ഗൈസ്. ഇതാ കണ്ടാ? അയ്യോ ഇയാടം മണ്ട അവിടെ ഉണ്ടാക്കണ്ടില്ലേ? പെട്ട് എൻ്റെ ലാവാപ്പൂള് ഫുൾ ഒബ്സിഡിയൻ ആയിപ്പോയി. അറിയാതെ എന്തായാലും സാരമില്ല. ഇനി എന്തായാലും നമുക്കിതാ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബക്കറ്റ്, ചെറിയൊരു ബക്കറ്റ് നമ്മൾ ഉണ്ടാക്കുക. കാരണം ആ ലാഭ ഇച്ചക്കാൻ നമുക്ക് ഇവിടെ ഉണ്ടാക്കുക. ഞാൻ വന്നിട്ട് നൈറ്റ് ആവുന്നത്, ഞാൻ പോയി ഉറങ്ങി എണീച്ചാട്ടെ. ഓക്കെ, നൈറ്റ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്തമാതിരി തന്നെ ഒരു വെള്ളം എടുത്തുകൊണ്ടിരിക്കുക, ഒരു ബക്കറ്റ് വെള്ളം. ഇനി ഞാൻ അതിൻ്റെ മേലെ വയ്ക്കണില്ല, അതിൻ്റെ ഉള്ളിൽ വയ്ക്കുക. അതാകുമ്പോൾ പിന്നെ വെള്ളം സ്പ്രെഡ് ആവില്ല. ലാവൂടെ ഒരു ലൊട്ട സാധനം. ലാവിയും പോയി, എല്ലാം പോയി. ഇപ്പോൾ തന്നെ അവിടെ പോകാൻ ഒബ്സിഡിയനായി. ഇതിപ്പോൾ എങ്ങനെ സെറ്റ് ആവുകയെന്നാവോ? ഈ ഒരു ലാവ ഇവിടെ വെച്ച് ലാവ ഇത് ഈ ബ്ലോക്കിനെ ഇങ്ങനെ തിരിച്ചെടുത്താൽ മതി. ഓക്കെ, പിന്നെ ഒബ്സിഡിയനാക്കി. എന്തൊരു കഷ്ടമാണ്ടാ. എന്തായാലും നമുക്ക് ഇവിടെ ഒരു കുഴി എടുത്തിട്ട് ഇതിനകത്ത് നമുക്ക് വെള്ളം ഒഴിച്ചേക്കാം. ആൻഡ് ഇപ്പോൾ ഞാൻ ചെയ്ത ഈ ഒരു മെത്തേഡ് നമുക്ക് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ ഓരോ ബ്ലോക്കിൻ്റെ ഹൈറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുക. മഴയും തുടങ്ങി, കറക്റ്റ് ടൈം, അടിപൊളി. അല്ല, ഇതിനകത്ത് ഒബ്സിഡിയൻ ഉണ്ടോ? ഇതിനകത്ത് എന്താ? അതിനകത്താണ് ഒബ്സിഡിയൻ ഉള്ളത്. കാരണം മണ്ട ഇങ്ങനെയല്ല വെക്കണ്ടേ. ഓക്കെ, അതും സെറ്റാക്കിയിട്ടുണ്ട്. നേരെ പോവാ, ഒരു ലാവ എടുക്കാം. എന്നാലും ലാവാ പൂള് പോയ പോക്ക്. ഇതിനും ഭേദം ഡയമണ്ട് പിക്കാക്സ് വെച്ച് ഉണ്ടാക്കണേ തന്നെയാണ്. പക്ഷെ നമ്മുടെ അടുത്ത് പിക്കാക്സ് ഇല്ല ഗൈസ്. വാട്ട് വി ഡു? ഓക്കെ, ഇത് ഇവിടെ വയ്ക്കുന്നു. ഈ ഒരു വെള്ളം എടുക്കുന്നു. ആൻഡ് ഈ ഒരു വെള്ളം അവിടെ വയ്ക്കുന്നു. വെള്ളം ഓൺ ദി സ്പോട്ട് തിരിച്ചെടുത്താൽ കുഴപ്പമില്ല. എന്നാൽ അങ്ങോട്ട് എങ്ങനെ ഒയ്യി പോകുന്നുണ്ട്. ഇത്രയും തോന്നുന്നത് ഒയ്യി പോകുമോ? വീണ്ടും ഒരു ബക്കറ്റ് ലാവ ആൻഡ് കം ഇൻ ദിസ് പ്ലേസ്. ഈ ഒരു സംഭവം നമ്മൾ
എന്താ ഈ നമ്മളെ ബക്കറ്റിൻ്റെ വലിപ്പം കൂട്ടുക. ബക്കറ്റിൻ്റെ വലിപ്പം കൂട്ടുക. ഇവിടെയും ബ്ലോക്ക് ആക്കുക. ബ്ലോക്ക് യോടല്ല ഇവിടെ ബ്ലോക്ക് ആൻഡ് ബ്ലോക്ക് ലാവ വെള്ളം വെള്ളം എടുക്കി ഇനി വെയ്യ എന്നെ കൊണ്ട്. ഓക്കെ, വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് അടങ്ങാറ് പിടിച്ച പരിപാടിയാണ് ഗൈസ്. ഇപ്പോൾ തന്നെ എൻ്റെ ടൈം 5 മിനിറ്റായി. ഇനി അതേപോട്ട് ഉണ്ടാക്കി ഇതൊക്കെ ബില്ല് ചെയ്യുമ്പോൾ എന്തായാലും നല്ല ടൈം പിടിക്കും. ഞാൻ അതേപോട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമ്മളെ ഇതൊക്കെ പോർട്ടർ കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഡർട്ടൊക്കെ ഒന്ന് ഫുള്ള് പൊട്ടിച്ച് മാറ്റാം. ഓക്കെ ഗൈസ്, നമ്മൾ പോർട്ടർ കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലൈറ്റ് ചെയ്ത് നോക്കാം. ലൈറ്റ് ചെയ്തിട്ട് എങ്ങോട്ട് പോകണം? മറ്റേ ആ ഭയം കൊണ്ടില്ല, അങ്ങോട്ട് പോകാൻ മതി. നമുക്ക് ഫിൻഡാസ്റ്റിൽ വേണം ഉണ്ടാക്കാൻ ഫ്രിണ്ടും വേണം. ഫ്രിണ്ടിൻ്റെ കയ്യിൽ ഇല്ലയോ നോക്കണം ഗൈസ്. ഞാൻ ഫിൻഡാസ്റ്റിൽ ഉണ്ടാക്കി തരാം. അങ്ങനെ ഗൈസ്, നമ്മൾ ഫിൻഡാസ്റ്റിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഫിൻഡാസ്റ്റിൽ എന്താ നേരത്തെ പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റർ, മലയാളത്തിലല്ല ഇംഗ്ലീഷിൽ. ഓക്കെ, നമുക്ക് ഇവിടെ എന്താ വന്നിട്ട് ലൈറ്റ് ചെയ്തേക്കാം. എങ്ങോട്ട് കൊണ്ടുപോകുന്നാവോ? ഓക്കെ, അങ്ങനെ പോർട്ട് നമ്മൾ കത്തിച്ചിട്ടുണ്ട്. നമ്മളെ സോഡ് കംപ്ലീറ്റ് ഒന്ന് ഞാൻ ഊരിയാക്കട്ടെ. എൻ്റെ കയ്യിലുള്ള ഫുള്ള് സംഭവം നമുക്ക് ചെസ്റ്റിനകത്ത് വെച്ചതിൻ്റെ ശേഷം പോകാതായിരിക്കും സേഫ്. ഒക്കെ അങ്ങനെ തന്നെ ചെയ്യാം ഗൈസ്. ഓക്കെ, എൻ്റെ കയ്യിലുള്ള ആർമർ മുഴുവൻ ഊരി വെച്ചിട്ട് എൻ്റെ പഴയ ലെതർ ആർമർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നെതറിൽ കയറി നോക്കാം. നെതറത്തെ അവസ്ഥത്തിനെക്കാട്ടി മോശമാണെങ്കിൽ ഞാൻ എന്തായാലും കയറണില്ല. ഓക്കെ, വർഷോനെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകരുത് തന്നെ. നെതർ വേസ്റ്റ് സോൾ സാൻഡ് വരെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയാൽ മതി. ഓക്കെ, പ്രശ്നമാണ് ലോഡിങ് സ്ക്രീനിൽ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഡെഡ് ആവാൻ സാധ്യതയുണ്ട്. അതിന് എന്നെ കൊണ്ട് കഴിയൂല. ഇതുകൊണ്ട് വരാൻ തന്നെ കുറച്ച് നമ്മൾ ഞാൻ എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, രക്ഷപ്പെട്ട് നമ്മൾ സോൾ സാൻഡ് വയലിലാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. വലിയ കുഴപ്പമില്ല. ഞാൻ ഡയറക്റ്റ് കൊണ്ടുവന്ന് ഡയറക്റ്റ് വെച്ചാണ്ട് നമുക്ക് ഈ സ്ഥലം ജസ്റ്റ് ഒന്ന് സേഫ് ആക്കണം. ഇവിടെ എന്തോന്നതിൻ്റെ പേര് ഗാസ്റ്റിനെ പേടിക്കണം കുറച്ച്. എന്നാലും കുഴപ്പമില്ല, നമ്മളെന്തായാലും ഇങ്ങോട്ട് എത്തിയല്ലോ. ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് നമ്മൾ സേഫാക്കി വെക്കട്ടെ, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഇത് കുറച്ച് പ്രശ്നമുള്ള പരിപാടിയാണ്. നമുക്ക് കുറച്ച് ഇങ്ങോട്ട് ഇപ്പം ഞാൻ ഡയറക്റ്റ് വെച്ചാൽ വരയ്ക്കുന്നത്. കണ്ട അയ്യോ, എൻ്റെ പോർട്ടൽ ഞാൻ ഫിൻഡാസ്റ്റിയിൽ എടുത്തില്ല. മാൻ, വാട്ട് ഐ ഡു? പെട്ട് ഞാൻ തോന്നുന്നത് ഞാൻ മിക്കവാറും പഠിച്ച് ഡെഡ് ആവേണ്ടി വരും. ഈ ദൂക്കിൻ്റെ പോർട്ടൽ കത്തിച്ചടാ ലാസ്റ്റ്. ഇവിടെ ഇതുകൊണ്ടിരിക്കുന്നു. അതാ ചത്ത്. മൈ ഗോഡ്, ഞാൻ ചത്ത് ഗൈസ്. ഇനി എന്തായാലും നേരെ നമുക്ക് ഞാൻ അതാണ് പറഞ്ഞത് നെതറിലോട്ട് കയറൂല. ഓക്കെ, എന്തായാലും നെതർ നമ്മൾ കുറച്ചൊക്കെ സേഫ് ആക്കിയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. ഞാൻ നമ്മളെ സ്പോണിലോട്ട് നിർത്തിക്കോളും. രക്ഷപ്പെട്ടല്ലോ, മതി. ഷിറ്റ്, എന്നാലും എൻ്റെ കുറച്ച് ഐറ്റംസ് പോയി. എന്നാലും വലിയ കുഴപ്പമില്ല. ഞാൻ കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു സംഭവം ഇങ്ങനെ വെക്കാറ്റില്ല. നമുക്ക് അവിടെ ഒരു മരമൊക്കെ വെച്ച് ട്രാപ്പ് ഡോറൊക്കെ വെച്ച് നമുക്ക് ഫുള്ള് സെറ്റാക്കി എടുക്കണം. അപ്പം ഞാൻ അത് ചെയ്യാം. നമുക്ക് അയ്യാ വീഡിയോ ഒക്കെ അത് കാണിച്ച് ബോറാക്കണില്ല. ഞാൻ ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ വരുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഐറ്റംസ് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പോയി ബിൽഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ചീപ്പായിട്ടുള്ള സംഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും ഫുള്ളായിട്ട് ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഒരു സിമ്പിളായിട്ടുള്ളൊരു ബിൽഡ് ഞാൻ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. സംഭവം വലിയ എക്സ്പെൻസീവ് ഒന്നും ഇല്ലെങ്കിലും ഒരു ചെറിയൊരു ടൈപ്പ് സംഭവമാണ് ഞാൻ ഉണ്ടാക്കിയത്. എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല. എന്തായാലും ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോകണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാത്ത് നമുക്ക് സെറ്റാക്കണം. നമ്മളിപ്പോൾ ഒരു പാത്ത് സെറ്റാക്കില്ല. നമുക്ക് എന്തായാലും നമ്മളെ ഈ ഒരു ഷവൽ എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഫുള്ളായിട്ടൊന്ന് പാത്ത് ചെയ്യാം. ഫുള്ളായിട്ട് ഞാൻ എൻ്റെ ഷവൽ പൊട്ടാനായിക്കണേ. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. നൈസ്. ഇങ്ങനെ കൊണ്ടുവന്ന് എൻ്റെ ഇത് പൊട്ടിപ്പോയി ഗൈസ്. ഞാനൊന്ന് പാത്ത് ചെയ്തിട്ട് വരാം. ഞാൻ പുതിയൊരു അയൺ ഷവൽ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പാത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഈ പാത്രത്തിൻ്റെ കാര്യം തന്നെ നമ്മൾ ഈ തോനെ ഉപയോഗിച്ചിട്ട് ഈ പുല്ല് പോയ മാതിരി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു പാത്ത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ സിമ്പിൾ ഇൻറ്റീരിയറാണ്. കുറച്ച് ഫർണസ് ഇവിടെ വെക്കുക, പിന്നെ ഒരു ഗ്ലാസ് ഫർണസ്, അങ്ങനെ കുറച്ച് ഞാൻ ഇൻറ്റീരിയർ ഇതായിരുന്നു. വലിയ ഇൻറ്റീരിയർ ഒന്നും അല്ലെങ്കിലും ചെറിയ രീതിയിൽ ഇൻറ്റീരിയർ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് ഫർണസ് കണ്ടു വെച്ചു, പിന്നെ ഒരു വേരൽ കണ്ടു വെച്ചു, ദൊബടി വേരൽ വെച്ചു, പിന്നെ ഇവിടെ ആയിട്ട് ഒരു പെയിൻറ്റിങ് വെച്ചിട്ടുണ്ട്. അത്രയാണ് ചെയ്തിട്ടുള്ളൂ. ഞാൻ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഞാൻ എപ്പോഴും എൻ്റെ വില്ലേജിലേക്ക് പോകണമെങ്കിൽ എനിക്ക് ഈ വെള്ളം കടന്ന് പോകണം. അപ്പോൾ നമ്മളിവിടെ ഒരു ബ്രിഡ്ജ് നമ്മൾ സെറ്റ് ചെയ്യും, പിന്നെ ഒരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ പോർട്ടലിൻ്റെ ബിൽഡ് ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്, ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ. അപ്പോൾ ഔട്ട്ഡോർ പറയാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റ, ബൈ ബൈ.